വെച്ചാൽ സ്വല്പം കുഴപ്പമുണ്ട് ഒന്ന് രണ്ട് പേര്, പക്ഷെ അത് അവോയ്ഡ് ചെയ്യും. പഠിക്കുന്ന സമയത്ത് അത് മാക്സിമം അറ്റൻഡ് ചെയ്യണം. അപ്പൊ ഇന്ന് നമ്മൾ പുതിയ ചാപ്റ്റർ തുടങ്ങുകയാണ്. ഈ പുതിയ ചാപ്റ്റർ എന്ന് പറയുന്നത് ഉപദ്രവിക്കാത്ത സ്ഥലങ്ങളില്ല, ഇൻക്ലൂഡിങ് ഫിസിക്സ്. മാത്സിന്റെ കംപ്ലീറ്റ് ചാപ്റ്ററുകൾ. ഇപ്പൊ ഈ ചാപ്റ്ററിന് 5 മാർക്കാണ് നമുക്കിവിടെ പഠിക്കാം. പക്ഷെ അങ്ങനെയല്ല, വേറെ ഒരുപാട് ഡിഫറൻസിയേഷൻ, ഇന്റഗ്രേഷൻ, വെക്ടർ, 3D, ഇതിലൊക്കെ നമുക്ക് ഈ ഇൻവേഴ്സുകൾ ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ട് വളരെ നല്ലവണ്ണം ശ്രദ്ധിക്കുക. സോ റൈറ്റ് ദ നെക്സ്റ്റ് ഹെഡിങ്. ഹെഡിങ് ആയിട്ട് എഴുതിക്കോളൂ, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. Inverse trigonometric function. Inverse trigonometric function. വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. ഓൺലൈൻകാര് വളരെ ശ്രദ്ധിക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം. എന്തെങ്കിലുമൊക്കെ റിയാക്ഷൻ ഇടയ്ക്കിടയ്ക്ക് ഇത് വീഡിയോ ഓൺ ചെയ്യുക, നിങ്ങൾ ആരെന്നൊക്കെ കാണട്ടെ. വളരെ പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ്. അപ്പൊ എഴുതിക്കൊള്ളൂ, എഴുതണ്ട, തിയറി കേട്ടോ. ഈ ആദ്യം 2 മിനിറ്റ് പറയുന്ന തിയറി ഭയങ്കര ജയ് പോലത്തെ മാത്രം ഓർമ്മിച്ചിരുന്നാൽ മതി. അല്ലാത്തത് ഇവിടെ കേട്ടങ്ങ് മറക്കാം. കാരണം നമുക്കൊരു പ്രോബ്ലമേ വരും. അപ്പൊ ശ്രദ്ധിച്ച് കേട്ടോളണം. തിയറി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫങ്ഷൻസില് 1, 1 and on 2 പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. 1, 1 and on 2 ഫംഗ്ഷന് മാത്രമേ ഇൻവേഴ്സ് ഉള്ളൂ എന്ന് നിങ്ങൾ പഠിച്ചു. അന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോബ്ലം ചെയ്തപ്പോ ഇൻവെർട്ടിബിൾ ആണോ എന്ന് നോക്കാൻ പറഞ്ഞ 1, 1 on 2 ഇത് രണ്ടും നോക്കും. ഓർമ്മയുണ്ടോ? 1, 1 എന്ന് പറയുന്നതിന് Fx1 = Fx2 എന്ന് എടുത്തു. വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ x1 = x2 എന്ന് കിട്ടണം. ഇനി നിങ്ങൾ പഠിത്തത്തിന്റെ ഒരു രീതി ഒന്ന് മാറ്റിക്കോളൂ. നിങ്ങൾ തീരെ പാവം പോലെ ഇരുന്നുള്ളതായത് തിരിച്ചു നല്ല റിയാക്റ്റീവായിട്ട് ആൻസർ പറഞ്ഞ്, അങ്ങനെ ആൻസർ പറഞ്ഞ് ശീലിക്കുന്ന ഒരു കുട്ടിക്ക് എക്സാമിനേഷന്റെ സമയത്ത് വളരെ കുറച്ച് വർക്ക് ചെയ്താൽ മതി. നിങ്ങൾ തിരിച്ചു ഉറച്ച ആൻസർ പറഞ്ഞ് ശീലിക്കുക. ചിലപ്പോൾ തെറ്റായിരിക്കും, പേടിക്കണ്ട. ആ തെറ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കി അതായി കറക്റ്റ് ചെയ്യുക. ഒന്നുകൂടെ 1, 1 എന്നിന് നമ്മൾ ചെയ്തത് Fx1 = Fx2 എന്ന് എടുത്തു. എന്നിട്ട് Fx-ന് പോലുള്ള വാല്യൂ റീപ്ലേസ് ചെയ്ത് x1 x2 എന്നൊക്കെ എഴുതി സിംപ്ലിഫൈ ചെയ്ത് അവസാനം x1 = x2 എന്ന് കിട്ടിയാൽ 1, 1 എന്ന് കിട്ടി. ഓൺ 2-ന് ഓർമ്മയുണ്ടോ? y ഈക്വൽസ് എന്ന് പറഞ്ഞ ആ ഫംഗ്ഷനെ എടുത്തിട്ട് you will find the value of x in terms of y മാത്രം, അല്ലേ? എന്നിട്ട് f of that expression കണ്ടുപിടിക്കും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ y എന്ന് തിരിച്ച് ആൻസർ കിട്ടുമെങ്കിൽ ഇറ്റ് ഈസ് ഓൺ 1, 1 and on 2 എങ്കിൽ അതിന്റെ കറക്റ്റ് പേര് ബൈജക്റ്റീവ് എന്നാണ്. അങ്ങനെയുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ അതിന് ഇൻവേഴ്സ് ഉണ്ട്. എന്നിട്ട് നിങ്ങൾ ഇൻവേഴ്സ് എഴുതിയത് ഓർമ്മയുണ്ടോ? നേരത്തെ കണ്ടുപിടിച്ച എക്സിന്റെ വിലയാണ് അത്, x ഇൻവേഴ്സ് x എന്ന് പറഞ്ഞ് എടുത്തെഴുതും. അപ്പൊ ഇനി നമ്മൾ തിയറി ഒരു 20 മിനിറ്റ് കൊണ്ട് ഞാൻ ഇതിന്റെ തിയറി തീർത്തു തരികയാണ്. പിന്നെ പരീക്ഷയ്ക്ക് ഞാൻ ഈ പറയുന്ന പ്രൊസീജിയർ ചെയ്താൽ മതി. പിന്നെ ഒന്നുകിൽ ലാസ്റ്റിൽ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ 2 ആക്കി സ്പ്ലിറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ, അങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പൊ നല്ലവണ്ണം ശ്രദ്ധിച്ച് കേട്ടോ. ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് സാധാരണഗതിയിൽ 1, 1 and on 2 അല്ല. എപ്പോഴും 1, 1 and on 2 അല്ല. ചില സ്ഥലങ്ങളിൽ മാത്രം അത് 1, 1 and on 2. തിയറി നല്ലവണ്ണം ശ്രദ്ധിച്ച ഒന്നുകൂടെ. Trigonometric functions are always not 1, 1 and on 2. But in certain intervals, അല്ലെങ്കിൽ certain positions, it will be 1, 1 and on 2. ആ പൊസിഷനിൽ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും.
അങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന ഇൻവേഴ്സ് ഫങ്ഷൻസിനെയാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ സൈൻ എന്ന് പറയുന്നതിന്റെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷന് സൈൻ റൈസ് ടു -1 സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് വായിക്കണം. പിന്നെ കോസിൻ്റെതെങ്കിൽ ഇതുപോലെ ടാൻ ഇൻവേഴ്സ് എക്സ്, കോട്ട് ഇൻവേഴ്സ് എക്സ്, സീക്ക് ഇൻവേഴ്സ് എക്സ്, കൊസീക്ക് ഇൻവേഴ്സ് എക്സ്, ഇതെല്ലാവരും പറയും. ഇപ്പോ നിങ്ങളിപ്പോ വളരെ ശ്രദ്ധിച്ചോളൂ, ഈ ഒബ്സർവേറ്ററിയിലൊക്കെ ജോലി, നമ്മളെ കാലാവസ്ഥാ പ്രവചനങ്ങളൊക്കെ നടത്തുന്നതിൽ ട്രിഗണോമെട്രിക് അതിഭയങ്കര പങ്കുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻ. ഇത് നിങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ എൻ്റെ ജോലിക്ക് ടെക്നിക്കൽ ഓഫീസറായിട്ടാണ് എനിക്ക് അപ്പോയിൻമെന്റ്, എനിക്ക് ജോലി കിട്ടുമ്പോൾ. അത് ജോയിൻ ചെയ്ത് ആദ്യത്തെ ദിവസം നിങ്ങൾ ഈ സയന്റിഫിക് ഫീൽഡിന്റെ ക്യാരക്ടറാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്ക് ഞങ്ങളുടെ ഓഫീസ് അന്ന് 80കളിൽ ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, വേറെ ഇല്ല, അന്നേ ഫുൾ കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അപ്പോ ഒരു ഫോർമുലയുടെ റിസർച്ച് വിങ് അല്ലേ, ഒരു ഫോർമുലയുടെ ആപ്ലിക്കേഷനിൽ വെച്ചൊരു ഒരു ഡേറ്റ കളക്ട് ചെയ്തതിന്റെ കാൽക്കുലേഷൻ വന്നപ്പോ അവർക്ക് ആൻസർ കിട്ടണില്ല. അപ്പൊ 6 ദിവസം വർക്കിംഗ് ഡേ കൊണ്ട് ഇത് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്, ആൻസർ കിട്ടണില്ല. അതുകൊണ്ട് അടുത്ത പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഇതിന്റെ കൺക്ലൂഷൻ നടത്താൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്ത് ജോലിക്ക് കയറണു. ജോലിക്ക് അതൊക്കെ ഭയങ്കര രസമാണ്, അത് നിങ്ങളും ഫീൽ ചെയ്യണം വളരെ. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ അടുത്ത് ഇങ്ങനെ ഇതൊന്നും പറയുന്നില്ല, ഒരു ഡേറ്റ തന്നു. ആ ഡേറ്റ തരുമ്പോൾ ഞാൻ വർഷങ്ങൾ കൊണ്ട് പഠിപ്പിക്കുന്ന ഒരു ടോപ്പിക്കാണ് കൈ-സ്ക്വയർ ടെസ്റ്റ് എന്ന് പറഞ്ഞ് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഒരു ഭയങ്കര ഒരു പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ്. അപ്പൊ അതിൽ സിഗ്മ 1 to എന്നും വരാം, 1 മുതൽ എന്നും വരാം, 0 മുതൽ എന്നും വരാം. അപ്പൊ അവര് കൊടുത്തിരുന്നത് 1 to ആണ്, അല്ല സോറി 0 മുതലാണ് കൊടുത്തിരുന്നത്. അപ്പൊ എന്നിട്ട് ഈ ആൻസർ കിട്ടുന്നില്ല. ഈ ആൻസറിന് ചില കണ്ടീഷൻസ് ഉണ്ട്, ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ അത് അവർക്ക് അറിയില്ല. അപ്പൊ ഞാൻ ഈ ജോയിൻ ചെയ്ത് എനിക്ക് കിട്ടിയോട് ഞാൻ പറഞ്ഞു, ഇത് ഈ ഫോർമുല ഇങ്ങനെ കറക്റ്റ് ചെയ്യണം, 1 to ആയിട്ട് കറക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഒബ്സർവേഷൻ ലീസ്റ്റ് ഒരു ബന്ധമില്ലാത്ത ഒരു ഒബ്സർവേഷനെ ഡിലീറ്റ് ചെയ്യുക. ഇതാണ് ഞാൻ കൊടുത്ത സജഷൻ. ഇത് രാവിലെ 10:30ക്കാണ് സത്യപ്രതിജ്ഞ ചെയ്ത് ജോലിക്ക് കയറുന്നത്. എനിക്ക് കിട്ടിയത് ഞാനൊരു 10 മിനിറ്റ് കൊണ്ട് ഈ കറക്ഷൻ പറയുന്നു. അപ്പൊ ഒരു നോട്ടീസിന്റെ ഇടയിൽ എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്, നോട്ടീസ് ഓഫീസിൽ സർക്കുലേഷൻ, there will be a special meeting at 3:30 to give some എന്താന്ന് അവർ പറഞ്ഞിട്ട് എന്റെ പേര് പറഞ്ഞതിൽ വന്നു. അപ്പൊ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. നീ എന്നെ ജോലിക്ക് പറഞ്ഞു വിടണോ, ഇങ്ങനെയൊക്കെ ഒരു സംശയം. ഞാൻ അവിടെ നോക്കിയപ്പോൾ ഇത് ഇത്രയും ദിവസം കൊണ്ട് വർക്ക് ചെയ്യാത്ത ഒരു സാധനം ഞാൻ ഈ കൊടുത്ത കറക്ഷനിൽ ആൻസർ കിട്ടി. അങ്ങനെ ഇത്രയും ക്വാളിഫൈഡ് ആണ്, യുവർ ഓട്ടോണോമസ് ബോഡിയാണ്. അങ്ങനെ സയന്റിസ്റ്റ് ആയിട്ട് തന്നെ എടുക്കുകയാണ് ഫസ്റ്റ് ഡേ. അപ്പൊ ഞാൻ ഈ പറയുന്ന, നിങ്ങൾ ആൻസർ കറക്റ്റ് ആയിട്ട് പറയാൻ ശ്രമിക്കുക, ഉറച്ച് തന്നെ പറയണം. ഇത്രയും മാസ് സൈക്കോളജി എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ ഓൺലൈൻകാരും ശ്രദ്ധിച്ചോളൂ, നിങ്ങൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ആൻസേഴ്സ് നിങ്ങൾ തിരിച്ചു വിളിച്ച് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും ഈ ആൻസർ മറക്കില്ല. എക്സാമ്പിൾ, നമ്മൾ ഇവിടെ ഒന്ന് പഠിപ്പിക്കുന്നു, നിങ്ങളെ ഞാൻ ഒരു ദിവസം ടോപ്പിക് പഠിപ്പിക്കാൻ വിളിക്കുന്നു. അഥവാ നിങ്ങൾക്ക് മര്യാദയ്ക്ക് പഠിപ്പിക്കാൻ കഴിഞ്ഞാൽ കാണാതെ വന്ന് പഠിക്കരുത്, ആ ടോപ്പിക്ക് നിങ്ങൾ മറക്കൂല. അതാണ് ഈ ഓഡിയൻസിനെ ഫേസ് ചെയ്യുമ്പോൾ
അപ്പോൾ അവരവരെ അസസ് ചെയ്യണം. അവരവർക്ക് എത്ര പേർക്ക് ഇതിനുള്ള കഴിവുണ്ട്. കഴിവെന്ന് വെച്ചാൽ കിട്ടും എന്നൊരു ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവക്കും. ഫുൾ A1 എന്ന് വെച്ചാൽ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 4നും. പിന്നെ ഇംഗ്ലീഷ് ശ്രദ്ധിച്ചോളൂ. CBSE-കാർക്ക് മാർക്ക് കുറയ്ക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്ന സാധനമാണ് ഇംഗ്ലീഷ് മാത്സുമാണ് അവർ സാധാരണ. അപ്പൊ ബോയ്സിൽ എത്ര പേർക്ക് ധൈര്യമുണ്ട്? ഫുൾ A1 കിട്ടും. 1 മിടുക്കൻ, 2 വരട്ടെ. വളരെ നിങ്ങൾ പഠിക്കാത്തതല്ലല്ലോ, മര്യാദയ്ക്ക് പഠിച്ചാൽ കിട്ടും. ഞാൻ പറഞ്ഞു പഠിക്കണം. നിങ്ങൾക്ക് അവിടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആവശ്യം പോലെയുണ്ട്. ആ സമയത്ത് മാക്സിമം അത് എൻജോയ് ചെയ്യും. അല്ലാത്ത സമയം അടിച്ച് പൊളിച്ച് പഠിക്കണം. നിങ്ങൾ ഗേൾസിൽ ആർക്ക് ഒക്കെ F1 തീർച്ച കിട്ടുമെന്നുള്ള ധൈര്യമുള്ളവര് 1 2 3 കൈ താഴോട്ടല്ല, പൊക്കണ്ടത് ഇങ്ങനെയാണ്. ഒരാളെങ്കിലും എടുത്ത് വെച്ച് നോക്ക്. ഇല്ലേ കുട്ടികളെ, ഞാൻ എൻ്റെ കൊച്ചു മക്കളായിട്ട് പറയുകയാണ്, ഒരു തരത്തിലും നമ്മൾ പറഞ്ഞു തരുന്ന അഡ്വൈസ് ഇല്ല. 1 ഇഞ്ച് നിങ്ങൾ മാറരുത്. ഞാൻ എപ്പോഴും പറയും, ടെൻഷൻ എടുത്ത് പഠിക്കണ്ട. പക്ഷെ നിങ്ങൾ വിത്ത് എ ലവിങ് ഫേസ് പഠിച്ചാൽ നിങ്ങൾക്ക് ആൻസർ എല്ലാ രസമായിട്ട്. എനിക്ക് ഇത് ഇൻവെസ്റ്റിഗോമെട്രി ഫംഗ്ഷൻ ഇന്ന് ഞാൻ തീർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എപ്പോൾ ചോദിച്ചാലും ആൻസർ പറയാനൊരു കപ്പാസിറ്റി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഇത് എനിക്ക് മാത്രമല്ല, മാത്സിന് മാത്രമല്ല, ഫിസിക്സിനൊക്കെ ഭയങ്കരത്തിൽ ഉപകരിക്കും. പിന്നെ A1 കിട്ടൂലെന്ന് പേടിക്കേണ്ട കുട്ടികൾ, അങ്ങനെ പേടിക്കാവുന്നില്ല. നിങ്ങൾ ശ്രമിച്ചാൽ കിട്ടും. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, JNV സ്റ്റുഡൻസ് വെൻ കമ്പയർഡ് ടു അതർ സ്റ്റുഡൻസ് യു ഹാവ് യുവർ ഓൺ സ്റ്റാൻഡേർഡ്. എന്ത് രസം, അതിനെ കുറച്ചുകൂടെ മോൾഡ് ചെയ്യണം. അപ്പൊ അങ്ങനെ മോൾഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു പേടിയും വേണ്ട. ഡെഫിനിറ്റ് ആണ് A1. നമുക്കൊന്ന് കളക്റ്റീവായിട്ടൊന്ന് ശ്രമിക്കാം. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ പുതിയ മാനേജ്മെന്റ് എന്ന് പറയുന്നത് നല്ല രസമായിട്ട് സിൻസിയറായിട്ട് വർക്ക് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ കഴിഞ്ഞോണ്ട് അവർക്ക് ഇടയ്ക്ക് വെച്ച് അവർക്ക് പൈസ എന്ന് പറയുന്നത് മറ്റേ 500 എറണാകുളംകാർക്ക് തോന്നിയതിലാണ് ഈ കുഴപ്പം വന്നത്. നിങ്ങൾക്ക് അങ്ങനെ പേടിക്കാനൊന്നും ഇല്ല. നല്ല വിത്ത് നിങ്ങളെ സിൻസിയർ കോപ്പറേഷൻ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മക്കളെ പോലും വഴക്ക് പറയാറില്ല എന്ന് പറഞ്ഞ് വഴക്ക് പറയേണ്ട ആവശ്യം വന്നാൽ വഴക്ക് പറയാനുള്ള കപ്പാസിറ്റി എനിക്കുണ്ട്. പറയേണ്ട ആവശ്യം വന്നിട്ടില്ല. അതുപോലെ നിങ്ങളുടെയൊക്കെ വഴക്കുണ്ടാക്കാൻ ഒരു കാരണവശാലും പറ്റില്ല. നിങ്ങൾ അതിന് ഒരപ്പൻ്റെ സ്നേഹത്തോടെ തിരിച്ചെന്ത് ഡൗട്ട്സ് വന്നാലും ചോദിക്കുക. ഇപ്പൊ മാത്സിന് ഞാൻ മാക്സിമം ശ്രമിച്ചത്, എനിക്ക് 98-ന് താഴെ വരരുത്. ഫുൾ മാർക്ക് കിട്ടാൻ, ഫുൾ മാർക്ക് ഈ 2 മാർക്ക് ഞാൻ പറയാനുണ്ടല്ലോ, നിങ്ങൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ കുഞ്ഞ് അശ്രദ്ധ കാണിച്ചാലേ ചില പ്രോബ്ലത്തിൽ അങ്ങനെ 2 മാർക്ക് പോകാം. അത് വരരുത്. ഇനി ഫിസിക്സ് നിങ്ങളെ സബിനുണ്ട്, എന്ത് രസമായിട്ട് പഠിപ്പിക്കും, എന്താ കാര്യമായിട്ട് എന്തെല്ലാം ഡിസ്കസ് ചെയ്ത് തരുമെന്നറിയാം. പിന്നെ നമ്മളെ കൊച്ചു പോയി അനന്തമുണ്ട് കെമിസ്ട്രി. വളരെ ഇതിനപ്പുറത്ത് ടീം നിങ്ങൾക്ക് കിട്ടൂല. ബയോളജിക്ക് മിഥുനുണ്ട്. യൂട്ടിലൈസ് അറ്റ് ദ മോസ്റ്റ്. പക്ഷെ ഇതിനെ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്ത് ആ പൊസിഷൻ എത്തിയില്ലെങ്കിൽ നിങ്ങൾ മോശം. നിങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞു, നിങ്ങളെ കൊണ്ട് കഴിയും. ഇത് നിങ്ങളെ പൊക്കണമല്ല, നിങ്ങൾക്ക് കഴിയും. അത്രയും ടാലന്റ് ഉള്ളവരാണ്. അപ്പൊ അതുകൊണ്ട് യൂട്ടിലൈസ് ഇറ്റ് അറ്റ് ദ മാക്സിമം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്ന ഒന്നുകൂടെ, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനിൽ നമുക്കറിയാം, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എപ്പോഴും 1 1 and on 2 അല്ല. പക്ഷെ ചില റീജിയൻസ് അല്ലെങ്കിൽ ചില ഇന്റർവെൽസ് അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ അത് 1 1 and on 2 ആണ്. അപ്പൊ 1 1 and on 2 ആകുമ്പോൾ അവിടെ നമുക്ക് എന്ത് ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ 1 1 and on 2 ഭാഗങ്ങളിൽ നിങ്ങൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അങ്ങനെ സൈനിന്റെ ഇൻവേഴ്സ് ഇത്, കോസിന്റെ ഇത്, ടാനിന്റെ ഇതുപോലെ സീക്കും കൊസിക്കും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇനി നല്ല കുട്ടികളായിട്ട് എൻട്രൻസിന് വേണ്ടി ഞാൻ പറഞ്ഞു, ഒബ്സർവേറ്ററിയും നിങ്ങളെ സയന്റിഫിക് ആ പൊസിഷൻ വെച്ചാണ് ഞാൻ ഇത് പറഞ്ഞത്. ഇത് നമുക്ക് കൊച്ചു പിള്ളേർക്ക് കളിക്കാനുള്ളത്. സ്റ്റാൻഡേർഡ് കൂടിയായി അവിടെയാണ് ISROയിലൊക്കെ അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒബ്സർവേറ്ററി ക്ലൈമറ്റിക് പിന്നെ വെതർ കൺട്രോൾ അവിടെയൊക്കെ അപ്ലൈ ചെയ്യേണ്ട. ട്രിഗണോമെട്രിക് തിയറിയിൽ ഈ വാക്ക് പറയാറില്ല. അത് ഒരുപാട് ടീച്ചേഴ്സ് ഉൾപ്പെടെ ആർക്കും അറിയില്ല. നിങ്ങൾ നിർബന്ധമായിട്ടും അറിയണം. ബോർഡ് എക്സാമിനേഷൻ ലെവലിൽ വരണമെന്നില്ല.
അപ്പൊ ഇതിന് പകരം പറയുന്ന വേറൊരു പേര് ആർക്ക് സൈനിക്സ്. മറ്റേ ആർക്ക് എന്നുള്ള ആർക്കല്ല, ആർക്ക് സൈനിക്സ് എന്ന് പറഞ്ഞാൽ ഉടൻ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ഇറ്റ് ഈസ് സൈൻ ഇൻവേഴ്സ്. മറക്കരുതേ. അപ്പൊ ഇതിന് വരും എന്ത് പറയാം, ആർക്ക് കോസെക്സ്. ടാൻ എക്സിന് വരുമോ സിക്ക, അതുപോലെ കൊസേക്കിന്. ഓർമ്മിക്കാനല്ല ഇത് ഒരു കാരണവശാലും മറക്കരുത്. അപ്പൊ പറഞ്ഞു പല ഇന്റർവെല്ലുകളിലാണ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ കണ്ടിന്യൂസ്. ആ ഇന്റർവെല്ലുകളിലാണ് നിങ്ങൾ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ പല സ്ഥലങ്ങളിൽ ഇത് ഡിഫൈൻ ചെയ്യാൻ പറ്റും. പക്ഷെ ഇങ്ങനെ പല സ്ഥലങ്ങളിലുള്ളതില് -π-ക്കും +π-ക്കും അല്ലെങ്കിൽ 0 to 2π രണ്ടും ഒന്ന് തന്നെ. ഇതിനിടയ്ക്ക് ഒരു ഒറ്റ വാല്യൂവേ വരൂ, ഒറ്റ ഫംഗ്ഷനെ വരൂ. അതിന് പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയും. ഒന്നുകൂടെ, ഈ ഫംഗ്ഷൻ പല ഇന്റർവെല്ലുകളിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ഫംഗ്ഷൻസ് -π-ക്ക് +π അല്ലെങ്കിൽ 0 to π ഇതിനിടയ്ക്ക് ഒറ്റ വാല്യൂ ഉള്ളൂ. അതിനെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയും. അതിനെയാണ് ഇവിടെ നമ്മൾ ഇൻവേഴ്സിൽ ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഈ വാക്ക് മറക്കരുത്. എനിക്ക് നല്ല ഇപ്പൊ ഇനി ഒരു 15 കിട്ടുണ്ട് തിയറി തീരുകയാണ്. പിന്നെ ബാക്കി നിങ്ങൾക്കുള്ള പ്രോബ്ലംസ് അതൊക്കെ ബേസിക് എങ്ങനെ ചെയ്യണമെന്നുള്ളതൊക്കെ പറഞ്ഞു തരും. അപ്പൊ മറക്കാതെ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. പറഞ്ഞു നോക്കൂ. ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് എപ്പോഴും ആണെന്നില്ല. പക്ഷെ ചില സ്ഥലങ്ങളില് ചില ഇന്റർവെല്ലുകളില് ഫങ്ഷൻ 1, 1 and 2 ആണ്. ആ സ്ഥലങ്ങളിൽ എന്ത് ഡിഫൈൻ ചെയ്യാം? ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യാം. അങ്ങനെ പല സ്ഥലങ്ങളിലുള്ളതിൽ നമ്മൾ ആരെ മാത്രമേ എടുക്കൂ? -π-ക്കും +π-ക്കും ഇടയ്ക്ക് അല്ലെങ്കിൽ 0 to 2π ഈ ഇന്റർവെലിനകത്ത് ഒരാൾ മാത്രമേ വരൂ. ആ ആളിനെയും നമ്മൾ ഇവിടെ എടുക്കാൻ പാടുള്ളൂ. അതിനെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയും. ഓർമ്മിക്കാല്ലേ ഇത്രയും? പിന്നെ അത് കഴിഞ്ഞിട്ട് അറിയേണ്ടത് സൈൻ ഇൻവേഴ്സ്, കോസ് ഇൻവേഴ്സ് എന്ന് സാധാരണക്കാര് പറയുന്ന വാക്കിന്റെ പകരം ആർക്ക് സൈനെക്സ്, ആർക്ക് കോസെക്സ്, ആർക്ക് ടാനെക്സ്, ഈ തരത്തില് വേറെയും പേരുണ്ട്. മനസ്സിലായോ ഇത്രയും ഭാഗം? നിങ്ങള് പിന്നെ എനിക്ക് വളരെ അറിയില്ല. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കേണ്ട, ഓൺലൈൻകാര് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോയിൽ വന്ന് എന്തെങ്കിലും ആംഗ്യഭാഷ കാണിക്കുക. സംസാരിച്ചാലും സന്തോഷം. അപ്പൊ കാരണം അത് ഈ ചാപ്റ്റർ മുതൽ അങ്ങോട്ട് കംപ്ലീറ്റ് കണക്ഷനാണ്. മറ്റേ സെക്ഷനുകളിൽ വരണം. ഭയങ്കര അത്യാവശ്യം. ഇവിടെ എഴുതുന്നവരെ കാണാൻ പറ്റുന്നില്ല. ക്ലിയർ അല്ലേ? നമുക്ക് എഴുത്തും ഭയങ്കര അത്യാവശ്യമില്ലേ? എഴുത്തും ഭയങ്കര അത്യാവശ്യമില്ലേ? അവിടെ തന്നെ നിക്കണം അല്ലേ? അല്ല, എഴുതുമ്പോ അപ്പൊ ഓൺലൈൻകാരെ ശ്രദ്ധിച്ചോളൂ. നിങ്ങളുടെ ഡൗട്ട്സ് എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഇത് മനസ്സിലായാലും കൈ കാണിക്കുക, എന്തെങ്കിലും അപശബ്ദം പുറപ്പെടുവിക്കുകയോ ചെയ്യുക. പേടിപ്പിക്കരുത്. ഭംഗിയായിട്ട് ഏതെങ്കിലുമൊക്കെ തരത്തിൽ, കാരണം ഇത് നിങ്ങൾക്കില്ലാതൊരു ജീവിതമില്ല, അതുകൊണ്ടാണ്. അപ്പൊ എല്ലാവരും ഒന്നുകൂടെ ശ്രദ്ധിക്കാം. അപ്പൊ ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നോട്ടിൽ തരണില്ല. ഈ ടോപ്പിക്ക് തീരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്നറിയാം, ഒരു
ബുക്കിന്റെ ഒരു പേജില്ലേ, ബുക്കിലെ ഒരു പേജ് വിട്ടിരിക്കണം ഈ ഇതൊക്കെ പറഞ്ഞുതരാൻ. നിങ്ങൾ വേറൊരു പേപ്പറിൽ വീട്ടിൽ കൊണ്ടുവച്ച് ഞാൻ ഈ പറഞ്ഞതൊക്കെ തന്നെത്താനൊന്ന് എഴുതി നോക്കുക. അപ്പൊ മറക്കണ്ട, കാരണം ഇത് നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന രീതി അങ്ങ് മാറ്റുകയാണ്. മാറ്റിയിട്ട് എനിക്ക് ഫുൾ മാർക്ക് എടുക്കണം. അപ്പൊ അതിലേക്ക് വേണ്ടി ഞാൻ പറഞ്ഞു നെവർ ടേക്ക് സ്ട്രെയിൻ. ആ തരത്തിൽ ഇന്നിപ്പോ ഞാൻ നോട്ട് പറയാതെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ റീകളക്ട് ചെയ്ത് ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റിയാൽ യു ആർ പെർഫെക്റ്റ്. അവിടെയും ശ്രദ്ധിച്ചോളൂ, നിങ്ങൾ എത്ര ശ്രമിച്ചാലും ചിലയിടത്ത് കൺഫ്യൂഷൻ വരും. ആ കൺഫ്യൂഷൻ നിങ്ങൾ പേടിക്കണ്ട. അങ്ങനെയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ സർവജ്ഞ പീഠം കയറൂലേ? അത് വേണ്ട. ഇപ്പം മര്യാദയ്ക്ക് താഴെ കിടന്നാൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് ആ പീഠത്തിൽ കയറ്റിയിരുത്താം. ഇനി ശ്രദ്ധിച്ചോളൂ അടുത്ത വാക്ക്. അപ്പൊ ഈ സൈൻ ഇൻവേഴ്സ് കോസ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഏതിനിടയ്ക്കിലായി ചെയ്യണം? മൈനസ് ഇത്, അത് മൊത്തത്തിലുള്ള പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്, അത് ഓരോന്നിനും മാറും. ആ വാക്കാണ് പറയുന്നത്. പക്ഷെ -π to +π ഇടയ്ക്കേ വരൂ. വാക്ക് ശ്രദ്ധിച്ച് കേട്ടോളണം. സൈൻ ഇൻവേഴ്സും ടാൻ ഇൻവേഴ്സും -π/2 +π/2 ഇടയ്ക്കേ കിടക്കാവും. അത് 0ക്ക് മറ്റേ -π to +π ഇടയ്ക്കുള്ള വിലയാണ്. അപ്പൊ മറക്കണ്ട, സൈൻ ഇൻവേഴ്സും ടാൻ ഇൻവേഴ്സും -π/2 +π/2 അതാണ് എന്റെ പ്രിൻസിപ്പൽ വാല്യൂ. ഇതാണെങ്കിൽ മറക്കരുത് 0 to π. ഇതെപ്പോഴും ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, അനാവശ്യമായിട്ട് എഴുതാതെ കറക്റ്റ് ആയിട്ട് ഓർമ്മിച്ച് വെച്ചിരിക്കണം. ഒന്നുകൂടെ, സൈൻ ഇൻവേഴ്സ് എക്സും കോസ് ഇൻവേഴ്സ് എക്സിന്റെയും പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ -π/2 to സൈൻ ഇൻവേഴ്സും ടാൻ ഇൻവേഴ്സും -π/2 to +π/2. കോസ് ഇൻവേഴ്സിനാണെങ്കിൽ ഇനി ബാക്കി നിങ്ങൾക്ക് കോട്ട് ഇൻവേഴ്സ് പറയണം, സീക്ക് ഇൻവേഴ്സ് പറയണം, കൊസീക്ക് ഇൻവേഴ്സ് പറയണം. ഞാനത് പറയുന്നില്ല. അപ്പൊ പറയാത്തത് ഒരു സെക്കൻഡ്. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷന് എൻട്രൻസിന്, കേരള എൻട്രൻസിന് മിനിമം 5 ക്വസ്റ്റ്യൻ കിട്ടും. 5 ക്വസ്റ്റ്യൻ മിനിമം. അത് നമ്മൾ പഠിപ്പിക്കുന്ന അല്ലാതെ ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും വേറെ വരില്ല. നല്ലവണ്ണം പിടിക്കാനായിട്ട് ഓർമ്മിച്ച് വെച്ചിരിക്കണം. അപ്പൊ കൊസീക്ക് ഇൻവേഴ്സ് നമ്മളൊന്നും സാറ് നേരെ പറഞ്ഞു തന്നിട്ടില്ല. അപ്പൊ ഓരോ ഓർമ്മിച്ചോളാം. അതിൽ ആരാക്കി മാറ്റാം? സൈൻ ഇൻവേഴ്സ് ആക്കാം. എങ്ങനെ എഴുതിയാൽ മതി? 2x/x² എന്ന് മാറ്റിയാൽ മതി. ഓർമ്മിക്കാൻ ഇത് മറക്കരുതേ. അതുപോലെ സീക്ക് ഇൻവേഴ്സ് വരും, നമ്മൾ പഠിച്ചിട്ടില്ല. നമുക്കറിയാവുന്ന കോസ് ഇൻവേഴ്സ് റെസിപ്രോക്കൽ എഴുതിയാൽ മതി. കോട്ട് ഇൻവേഴ്സ് മര്യാദക്ക് പഠിച്ചില്ല, പക്ഷെ ടാൻ ഇൻവേഴ്സ് അറിയാം, റെസിപ്രോക്കൽ എഴുതിയാൽ മതി. മനസ്സിലായ? രണ്ടാമത്തെ പ്രോപ്പർട്ടി എഴുതിക്കോളൂ. സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞത് ഓഫ്ലൈൻകാര് അല്ല ഓൺലൈൻകാരെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളണം. എന്തെങ്കിലും അപശബ്ദം പുറപ്പെടുവിക്കുക. അമലുണ്ട്, അനന്യ, പ്രവീണ, ഗായത്രി, മഹിമ,
ഇതിന്റെ ബാക്കി 9 അത്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഓൺ ചെയ്തിട്ട് ചോദിക്കും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ഒരു രസം പിടിച്ച ചാപ്റ്റർ ആയിട്ട് ഇതുവരെ നിങ്ങൾ പഠിച്ചല്ലോ. മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ് ഒക്കെ ഇനി ഒരിടോ ആവശ്യം വരില്ല. പിന്നെ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻ 1 വർഷത്തേക്ക് ഇത് ആവശ്യമില്ല. 1 വർഷമല്ല, കൂടുതലുണ്ടല്ലോ. ഇല്ല, ഇപ്പൊ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി 10 മാസത്തേക്ക് ഇത് വേറെ ഒരിടോ ഉപദ്രവിക്കില്ല. അപ്പൊ ഈ പഠിച്ചൊക്കെ മറക്കും. അതുകൊണ്ടാണ് ഞാൻ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻ ഫുൾ ഒന്നുകൂടെ എടുത്തു തരുമെന്ന് പറഞ്ഞ സമയത്തിന്. മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ് അങ്ങനെയല്ല, നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും നോക്കി റെഫർ ചെയ്യാം. പക്ഷെ ഇത് മുതലുള്ള ഒരു ചാപ്റ്ററും ഇത്രയും കിളവനായി ഞാൻ ഇതൊക്കെ ഓർമ്മിച്ചു വെച്ചിരിക്കുന്നു. നിങ്ങൾ യുവത്വം തുളുമ്പി നിൽക്കുന്ന നിങ്ങൾ ഒരു കാരണവശാൽ ഇത് മറക്കാൻ പാടില്ല. എല്ലാവരും മിക്കവാറും എല്ലാവരും 17, 18 അടുപ്പിച്ച് നിൽക്കുന്നവരാണ്. അതുകൊണ്ട് ഓർമ്മശക്തിയും ബുദ്ധിയൊക്കെ എൻ്റെ എത്രയോ ഇരട്ടി കൂടുതൽ വേണമെന്നാണ്. ഉണ്ട്, വേറെ കാര്യങ്ങളില്ല. പഠിത്തത്തിന്റെ കാര്യത്താണ് ഞാൻ ഉദ്ദേശിച്ചത്. ആഴ്ച പൊളിച്ചതൊക്കെ ഓർമ്മിച്ച് വെച്ചിരിക്കുക. ഞാൻ ഇന്ന് പറഞ്ഞ എത്രയോ ഒന്ന് സമ്മറൈസ് ചെയ്ത് നോക്കട്ടെ. നല്ല കുട്ടികളായിട്ട് ഒരു ഫംഗ്ഷൻ എപ്പോഴും മാത്രമേ ഇൻവേഴ്സ് ഉള്ളൂ. 1, 1 and odd 2 എങ്കിൽ ഒറ്റ വാക്ക് ബൈജക്റ്റീവ്. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എപ്പോഴും 1, 1 and odd 2 ആണോ? അല്ല. പക്ഷെ ചില സ്ഥലങ്ങളിൽ, ചില ഇന്റർവെൽസിൽ ഫംഗ്ഷൻ എന്താണ്, ആ സ്ഥലങ്ങളിൽ നമുക്ക് എന്ത് ഡിഫൈൻ ചെയ്യാം. അങ്ങനെ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ വരും. അതിൽ നമുക്ക് ആവശ്യം 0 to 2 പൈയോ അല്ലെങ്കിൽ -π to +π ഇടയ്ക്ക് ഒരു വില മാത്രമേ വരൂ. അതിന് പറയുന്ന പേര് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. അതിൽ മാത്രമാണ് നമ്മൾ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്തത്. എന്നിട്ട് ഞാൻ നേരത്തെ സൈൻ ഇൻവേഴ്സ് എക്സിന് വരെ വേറൊരു പേര്, അതൊക്കെ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റി. സൈൻ ഇൻവേഴ്സും ടാൻ ഇൻവേഴ്സും ആരുടെ ഇടയ്ക്ക് കിടക്കണം? -π/2 +π/2. കോസ് ആണെങ്കിൽ ഇതിങ്ങനെ ഒരു രസം പിടിച്ച തരത്തിലെടുക്കുക. അടുത്ത് ഞാൻ പറഞ്ഞു സൈൻ ഇൻവേഴ്സ് ആണ് ഫംഗ്ഷൻ. ബ്രാക്കറ്റിനകത്ത് സൈൻ എക്സ് വന്നാൽ ഇത് രണ്ടും വെട്ടിപ്പോയിട്ട് ആൻസർ എക്സ് എന്ന് വരും. അതുപോലെ കോസ് ഇൻവേഴ്സ് കോസ്, ടാൻ ഇൻവേഴ്സ് എക്സെട്ര. പിന്നെ പഠിച്ചു സൈൻ ഇൻവേഴ്സിനെ കൊസീക് ഇൻവേഴ്സ് ആക്കാം, കോസ് ഇൻവേഴ്സിനെ സീക്ക് ഇൻവേഴ്സ് പരസ്പരം, ടാൻ ഇൻവേഴ്സിനെ കോട്ട് ഇൻവേഴ്സ് പരസ്പരമാക്കാം. യു ഹാവ് ടു റൈറ്റ് ദി റെസിപ്രോക്കൽ ഓഫ് ദ വാല്യൂ. മനസ്സിലായി? ഇത് എഴുതിയ രണ്ടാമത്തെ പ്രോപ്പർട്ടി എഴുതിയല്ല, മൂന്നാമത്തെ പ്രോപ്പർട്ടി കേട്ടോളൂ. ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ നല്ല കുട്ടികളായിട്ട്. സൈൻ ഇൻവേഴ്സിനും ടാൻ ഇൻവേഴ്സിനും കൊസീക് ഇൻവേഴ്സിനും, ഏതെല്ലാം? സൈൻ ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ്, ഈ മൂന്നിനും -x ആണ് കൂടെ വരുന്നതെങ്കിൽ all the 3 becomes minus of them. എന്ന് വെച്ചാൽ ഞാനിപ്പോ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്, സൈൻ ഇൻവേഴ്സ് -x വന്നാലോ ടാൻ ഇൻവേഴ്സ് -x വന്നാലോ പിന്നെ കൊസീക് ഇൻവേഴ്സ് -x വന്നാലോ all of them will be minus of them. അപ്പൊ ഇത് മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ്. ഇത് അടുത്ത വാക്ക് കേട്ടോ. ബാക്കി മൂന്ന് ഏതൊക്കെ? കോസ് ഇൻവേഴ്സ്, സീക്ക് ഇൻവേഴ്സ്, അതിന്റെ കൂടെയാണ് മൈനസ് വരുന്നതെങ്കിൽ all of them will be π minus the value. അതായത് കോസ് ഇൻവേഴ്സ് -x വരികയാണെങ്കിൽ ഈ മൈനസ് മാറ്റേണ്ടത് π minus കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതിക്കൊള്ളണം. അപ്പൊ ഇത് മറക്കരുത്. ആ വാക്കൊന്നുകൂടെ കേട്ടെ. ഏതൊക്കെ വാക്കുകൾ? സൈൻ ഇൻവേഴ്സും ടാൻ ഇൻവേഴ്സും കൊസീക് ഇൻവേഴ്സിനും മൈനസ് വന്നാൽ ഇറ്റ് വിൽ ബി മൈനസ് ഓഫ് ദം. ബട്ട് ഫോർ ഓൾ ദ റിമൈനിങ് 3 it will be
പൈ മൈനസ് ദ വാല്യൂ. മറക്കരുത്, ഇതൊക്കെ പ്രോബ്ലം ചെയ്യാൻ ഭയങ്കര അത്യാവശ്യം. ഞാൻ പറഞ്ഞു ബോർഡ് എക്സാമിനേഷൻ ലെവൽ ഭയങ്കര ഓവർ കട്ടിയുള്ളത് വരില്ല. ആ പാഠം 3 ക്വസ്റ്റ്യൻസേ കട്ടിയുള്ളതുള്ളൂ. ഞാൻ ഈ പറയുന്ന റിസൾട്ടുകൾ എൻട്രൻസ് ലെവലിൽ ഇങ്ങനെയൊക്കെ മാറ്റേണ്ട ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ അടുത്ത പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ് ഇത് ആദ്യം എഴുതണം, എന്നിട്ട് ഇത് 3 അടുത്ത് താഴെയായിട്ട് എഴുതണം. എഴുതിക്കോളൂ. സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ്, ടാൻ ഇൻവേഴ്സ് എങ്കിൽ മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ്, കൊസിക് ഇൻവേഴ്സ് എങ്കിൽ മൈനസ് കൊസിക് ഇൻവേഴ്സ്. ഓൺലൈൻകാർ ഏകാന്തമായിട്ട് ഇത് പഠിക്കുമ്പോഴേ എന്തെങ്കിലുമൊക്കെ ശബ്ദങ്ങൾ കാണിക്കും. ആ ശബ്ദങ്ങൾ എന്നെ പഠിപ്പിക്കുന്നതാകരുത്. ഇവിടെ കുറെ കുട്ടികളുണ്ട്, അവരെയും പേടിപ്പിക്കും. അല്ലാത്ത തരത്തിൽ യുറേക്ക എന്നോ എന്തെങ്കിലും വിളിക്കുക. എഴുതിയ ഇത് റെഫറൻസ് ഇല്ലാതെ ഞാൻ ഒരിക്കൽ കൂടി കംപ്ലീറ്റ് പറഞ്ഞു തരും. നമുക്ക് ഇന്ന് ഇതിലെ പ്രോബ്ലംസ് മുഴുവൻ തീർത്ത് തരുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം 20-21 മാർക്കിന്റെ പോർഷൻ തീരും. അപ്പൊ അത് ശ്രദ്ധിച്ചോളൂ, നല്ല രസമായിട്ട് പഠിക്കുക. ഞാൻ പറഞ്ഞു ഫുൾ മാർക്ക്. ഈ അവസാനം ഇപ്പൊ ശ്രമിച്ചു കഴിഞ്ഞത് കിട്ടുമായിരുന്നില്ല, അങ്ങനെ ചിന്തിക്കരുത്. സ്റ്റാർട്ട് ഫ്രം ദ വെരി ബിഗിനിങ്. അവിടുത്തെ എന്ത് ഡൗട്ട്സ് വന്നാലും എന്ത് വന്നു കഴിഞ്ഞാലും ലവിങ് ഫേസോട് ചോദിക്കുക, അത് ചെയ്യരുത്. ഇനി അടുത്ത വാക്ക്, അടുത്ത പ്രോപ്പർട്ടി. ഒരുപാട് പ്രാവശ്യം നിങ്ങളുടെ ബോർഡ് എക്സാമിനേഷൻ വന്നിട്ടുണ്ട്, എൻട്രൻസ് ലെവൽ ഇത്തിരി സ്റ്റാൻഡേർഡ് ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ പ്രധാനം കേട്ടോ. എന്നിട്ട് ഞാൻ എഴുതാം സൈൻ ഇൻവേഴ്സ് ഓഫ് എ വാല്യൂ പ്ലസ് കോസ് ഇൻവേഴ്സ് ദ സെയിം വാല്യൂ. കോസ് സൈൻ ഇൻവേഴ്സിനകത്ത് എക്സ് ആണെങ്കിൽ കോസ് ഇൻവേഴ്സിനകത്ത് എക്സ് തന്നെ വരണം. സൈൻ ഇൻവേഴ്സിനകത്ത് 5x² എങ്കിൽ കോസ് ഇൻവേഴ്സിനകത്തും 5x² വരണം. വാക്കൊന്നുകൂടെ കേട്ടോ, സൈൻ ഇൻവേഴ്സ് ഓഫ് എ വാല്യൂ പ്ലസ് കോസ് ഇൻവേഴ്സ് ദ സെയിം വാല്യൂ. എവിടെ കണ്ടാലും ആൻസർ ഈസ് 5/2. മറക്കണ്ട, സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽസ് 5/2 എന്നേ നമ്മൾ പറഞ്ഞു തരും. പക്ഷെ നമ്മൾ മനസ്സിനകത്ത് ഓർമ്മിക്കേണ്ട സൈൻ ഇൻവേഴ്സിനകത്ത് എന്തോ വന്നോട്ട് പ്ലസ് കോസ് ഇൻവേഴ്സിനകത്തും അയാൾ തന്നെ വരണം. എങ്കിൽ കാൽക്കുലേഷന് ആവശ്യ സമയം കളയരുത്. 5/2. ഇതേ റിസൾട്ട് ടാൻ ഇൻവേഴ്സിനും കോട്ട് ഇൻവേഴ്സിനും ഉണ്ട്. ആൻഡ് ഇതേ റിസൾട്ട് സീക്ക് ഇൻവേഴ്സിനും കൊസീക്ക് ഇൻവേഴ്സ് എക്സിനും ഉണ്ട്. കൊസീക്ക് ഇൻവേഴ്സിനും ഉണ്ട്. അപ്പൊ എല്ലാവരും പറഞ്ഞുതരൂ, വാട്ട് ഈസ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ്? വാട്ട് ഈസ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ്? വാട്ട് ഈസ് സീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ്? ഓർമ്മിക്കാല്ല. അടുത്ത പ്രോപ്പർട്ടി ആയിട്ട് ഈ 3 എഴുതിക്കോളൂ. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ് 3 എഴുതുക. എഴുതിയ അടുത്ത
അപ്പൊ 3 റിസൾട്ട് ഞാൻ പറഞ്ഞേ, ഒന്നുകൂടെ ഒന്ന് അവസാനത്തെ ഒന്ന് പറഞ്ഞു നോക്കട്ടെ. സൈൻ ഇൻവേഴ്സിന് ആരാക്കി മാറ്റാം? കൊസീക്കാക്കി മാറ്റാം. എന്തെഴുതിയാൽ മതി? ആംഗിൾ എന്ത് വാല്യൂ വന്നു അതിന്റെ റെസിപ്രോക്കൽ. കോസ് ഇൻവേഴ്സിന് ആരാക്കാം? ടാൻ ഇൻവേഴ്സിനെ. പരസ്പരമാണ് ഇത്. എന്ന് വെച്ചാൽ സൈൻ ഇൻവേഴ്സിനെ കൊസീക് ഇൻവേഴ്സ്, തിരിച്ച് കൊസീക് ഇൻവേഴ്സിനെ സൈൻ ഇൻവേഴ്സ്, കോസ് ഇൻവേഴ്സിനെ സീക് ഇൻവേഴ്സ്, അതും തിരിച്ച്. അതുപോലെ ടാൻ ഇൻവേഴ്സ്, കോട്ട് ഇൻവേഴ്സ്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ പറഞ്ഞത്, ഇതിന് മുമ്പേ പറഞ്ഞത്, സൈൻ ഇൻവേഴ്സും ടാൻ ഇൻവേഴ്സും കൊസീക് ഇൻവേഴ്സിന്റെയും കൂടെ -x വരുമെങ്കിൽ all of them are minus of them. For all others it will be pi minus. തെറ്റരുതേ, ഇത് നിങ്ങൾ പഠിക്കുന്നതിന് ഒരു രസമുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരെണ്ണം കൂടെയാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അഡീഷണൽ ആയിട്ട് വേറെ കുറെ കൂടെ പറഞ്ഞു തരും. കേട്ടോളൂ, അടുത്ത പറയാൻ പോകുന്ന റിസൾട്ട്. ഇത്തിരി ജോലിയുള്ളതുകൊണ്ട് ബോർഡിൽ പിന്നെ എഴുതാം. അത് മനസ്സിനെ തിരിക്കുമെന്ന് നോക്കട്ടെ. അതിന് മുമ്പ് ഒരു പിന്നെ ഫസ്റ്റ് ഇയറിലെ ട്രിഗണോമെട്രി ഇല്ലാതെ ഒരു ജീവിതം ഇല്ല. സൈൻ 2θ അറിയാവുന്ന പേരുകൾ ഒരു ക്ലാസ്സിൽ പറഞ്ഞു. ആദ്യത്തെ ഫോർമുല ആര്? 2 sin θ. 2 sin θ cos θ. ഇതല്ലെങ്കിൽ ഒരാൾ കൂടെ ഉണ്ട്, ഓർമ്മയുണ്ട? സൈൻ സ്ക്വയർ. സൈൻ 2θക്ക് 2 ഫോർമുലയുണ്ട്. ഒന്ന് സൈൻ θ 2 sin θ cos θ, മറ്റൊന്ന് മറക്കരുത് 2 tan θ ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan സ്ക്വയർ θ. അപ്പൊ വാക്കൊന്നുകൂടെ, സൈൻ 2θ. ഇത് നിങ്ങൾ ഇനി എപ്പോഴും വളരെ ശ്രദ്ധിച്ചോ, ഫോർമുലകൾ അറിയാതെ വരണം. അത് നമുക്ക് ശ്രമിച്ചാലേ വരും. ഞാൻ പറഞ്ഞു തിരിച്ചുകൊണ്ട് പഠിക്കുക, ഫോർമുല മറക്കൂല. ഇന്ന് നിങ്ങളിപ്പോ നമ്മൾ ഈ ഒരു ദിവസം കൂടെ പഠിപ്പിച്ചു തീർക്കുന്ന ഈ ടോപ്പിക്ക് നിങ്ങൾ വീട്ടിൽ കൊണ്ടുവച്ചൊന്ന് റീകളക്ട് ചെയ്യണം. എന്നിട്ടേ നമ്മൾ ചെയ്ത പ്രോബ്ലംസ് നോക്കാവൂ. അത് നല്ലവണ്ണം ഓർമ്മയിലുണ്ടെങ്കിൽ നിങ്ങൾ നല്ല മിടുക്കരെന്നാണ്. ബാക്കി നമ്മളുടെ ചെറിയൊരു സപ്പോർട്ടേ ആവശ്യമുള്ളൂ. അപ്പോ സൈൻ 2θയുടെ 2 പേരുകൾ, 2 വാല്യൂസ് പറയാം. 2 sin θ cos θ, വേറൊന്ന് 2 tan θ ബൈ 1 പ്ലസ് tan സ്ക്വയർ θ. മനസ്സിലായല്ലോ? cos 2θ ആണ് ഒരുപാട് ഉപദ്രവിക്കുന്നതാണ്. ഏറ്റവും പ്രധാനം cos സ്ക്വയർ θ മൈനസ് സൈൻ സ്ക്വയർ θ. വേറെ 3 എണ്ണം കൂടെ ഉണ്ട്. 1 മൈനസ് 2 സൈൻ സ്ക്വയർ θ. ഒന്നുകൂടെ അത് ഞാൻ ബോർഡിൽ എഴുതണു, ജസ്റ്റ് ഒന്ന് റീകളക്ഷന് വേണ്ടി. cos 2θ എന്ന് പറയുമ്പോൾ ആദ്യം cos സ്ക്വയർ θ മൈനസ് സൈൻ സ്ക്വയർ θ. ഇതാണ് മെയിൻ ഫോർമുല. ഈ cos സ്ക്വയറിന് വരെ 1 മൈനസ് സൈൻ സ്ക്വയർ എന്ന് എഴുതാം. അങ്ങനെ എഴുതുന്നെങ്കിൽ ഇത് 1 മൈനസ് 2 സൈൻ സ്ക്വയർ θ ആയിട്ട് മാറും. അതുപോലെ ഈ സൈൻ സ്ക്വയർ θക്ക് വരെ 1 മൈനസ് കോസ് സ്ക്വയർ θ എന്ന് എഴുതാം. ബ്രാക്കറ്റ് മാറ്റുമ്പോൾ ആ ഫോർമുല 2 കോസ് സ്ക്വയർ θ മൈനസ് 1 എന്ന് മാറും. ഇനി ഒരു ഫോർമുല കൂടെ ഉണ്ട്, 1 മൈനസ് ടാൻ സ്ക്വയർ θ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ θ. ഓർമ്മിക്കാമോ? ഇത്രയും മറക്കരുത്. സൈൻ 2θക്ക് 2 എണ്ണം പറഞ്ഞു, നേരത്തെ പഠിച്ചത് നമ്മളൊന്ന് പറഞ്ഞു. കോസ് 2θക്ക് ഒരുപാട് എണ്ണമുണ്ട്. ഇത് കോണ്ടെക്സ്റ്റ് അനുസരിച്ച് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോ ഇതുവരെ ആയി. ഇത് കഴിഞ്ഞിട്ട് ഒരാളിനെ കൂടെ തൽക്കാലം ഓർമ്മിക്കുക, ടാൻ 2θ. അതിന് ഒരൊറ്റ ഫോർമുലയേ ഉള്ളൂ, 2 tan θ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ θ. ഈ ഒരൊറ്റ ഫോർമുലയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ടതെന്ന് അറിയാമോ? പഠിക്കും, നമുക്ക് എന്തായാലും നിങ്ങൾ വീട്ടിൽ കറക്റ്റായിട്ട് ഒരു 7 മണിക്ക് മുമ്പ് എത്തും. ഇതിലെ പ്രോബ്ലം നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം
ട്രിഗണോമെട്രിക് ഈ പറഞ്ഞ ഫോർമുല ഒന്ന് റീകളക്ട് ചെയ്ത് എഴുതി നോക്കണം. സൈൻ 2 തീറ്റയ്ക്ക് ഏതൊക്കെ? ഓർ 1 + tan square തീറ്റ. ഇയാളായിട്ട് അടി നടക്കരുത്. അടുത്ത cos 2 തീറ്റയ്ക്ക് 4 എണ്ണം പഠിച്ചു. അതാണ് മെയിൻ ഫോർമുല. ഇതില് റീപ്ലേസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴാണ് 1 - 2 sin square തീറ്റയോ 2 cos square തീറ്റ -1 എന്നോ ലാസ്റ്റില് 1 - tan square തീറ്റ ബൈ 1 + tan square തീറ്റ. tan 2 തീറ്റയ്ക്ക് മാത്രം ഒറ്റ ഫോർമുല. ഇതൊന്ന് നമ്മൾ പഠിച്ചൊന്നും നേരത്തെ പഠിച്ചൊന്നും നോക്കാതെ വീട്ടിൽ ചെന്ന് ഇന്ന് നിർബന്ധമായിട്ട് ഒരു പേപ്പറിൽ എഴുതി വെക്കണം ഈ ഫോർമുല. കാരണം എനിക്കിത് ആവശ്യമുണ്ട്. ഇനി sin 3 തീറ്റയുണ്ട്, cos 3 തീറ്റയുണ്ട്, tan 3 തീറ്റയുണ്ട്. അത് ഞാൻ പറയാം, ഇതാ കേട്ടോളൂ. ഫസ്റ്റ് ഇയർ പഠിച്ചതാണ്. sin 3 തീറ്റ എന്ന് പറയുന്നത് 3 sin തീറ്റ -4 sin ക്യൂബ് തീറ്റ. cos 3 തീറ്റയുണ്ട്, ഇതിനെ തിരിച്ചു പറയണം 4 sin പകരം cos ക്യൂബ് തീറ്റ -3 cos തീറ്റ എന്ന് പറയണം. ഈ വാക്ക് തിരിച്ചു പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ആർക്കും ഇഷ്ടമില്ലാത്ത ഒരാളാണ് tan 3 തീറ്റ. ആർക്കും ഇഷ്ടമില്ലെങ്കിൽ യന്ത്രം സാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പറഞ്ഞു നോക്ക്, ഒട്ടും പറയില്ല. 3 tan തീറ്റ tan ക്യൂബ് തീറ്റ ഡിവൈഡഡ് ബൈ 1 - 3 tan square തീറ്റ. ഇത് പലരും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അങ്ങ് മാറ്റി നിർത്തിയിരിക്കുന്ന സാധനമാണ്. പക്ഷെ കോമ്പറ്റീഷൻ ലെവൽ ഇത് വളരെ പ്രധാനം. എവിടെയെങ്കിലും മാർജിനിൽ ഈ 3 ഫോർമുല എഴുതി വെച്ചോ. മാർജിനിലെ ബുക്കിൽ എവിടെയായിരുന്നാലും കുഴപ്പമില്ല, എഴുതിക്കോളൂ. ഈ ഫസ്റ്റ് ഇയറിൽ പഠിച്ച ഈ റിസൾട്ടുകളൊക്കെ നമുക്ക് ഇനി ആവശ്യം വരും. എഴുതിയ എല്ലാവരും അടുത്ത് ഒരു പ്രോപ്പർട്ടിക്ക് വേണ്ടി ഞാൻ ആ പ്രൂഫ് പറയുന്നു. ഞാൻ പ്രോപ്പർട്ടി മാത്രമേ പറയൂ. നോട്ടില് നിങ്ങൾ വീട്ടിൽ ചെന്ന് തനക്ക് ആ പ്രൂഫ് ഒന്ന് ഇവിടെ പറഞ്ഞു തരും. അത് വീട്ടിൽ ചെന്ന് എഴുതി നോക്കണം, കേട്ടോ. ഇപ്പോ നല്ല പ്രോബ്ലംസിലൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസിലും നമ്മളെ ടീമിന് ഇൻക്ലൂഡിങ് ദ ബോർഡ് എക്സാമിനേഷൻ ഇതാ 2x / 1 + x². ഈ വില നമ്മൾ പെട്ടെന്ന് അറിഞ്ഞാൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. നല്ല ശ്രദ്ധിച്ചോളണം. നേരത്തെ പഠിച്ചത് സൈൻ ഇൻവേഴ്സിനകത്ത് ആര് വരണം? സൈൻ എന്ന് വന്നാൽ അത് രണ്ടും വെട്ടിപ്പോട്ട് എക്സ് എന്ന് വരും. ഇത് നമ്മളെ ബേസിക് റൂളാണ്. അതേപോലെ ഇവിടെ സൈൻ ഇൻവേഴ്സ്, അപ്പൊ ഇവിടെ ആര് വരണം? സൈൻ വരണം. ഇതുപോലെ വായിക്കാൻ പറ്റുന്ന ഒരു ഫോർമുല സൈനിനുണ്ടോ? സൈനിന് ഇതുപോലെ വായിക്കാൻ പറ്റിയ ഒരു ഫോർമുല ഉണ്ടോ? 2 tan θ എന്ന് വായിക്കാൻ പറ്റിയില്ലേ? അപ്പൊ നിങ്ങൾ വായിച്ചപ്പോ നിങ്ങൾ എന്താണ് ചെയ്തത്? എക്സ് വരുന്നിടത്ത് tan θ എന്ന് കൊടുത്തു. അത് മനസ്സിൽ വിചാരിച്ചാണ് ചെയ്തത്. അപ്പൊ ഈ ആൻസർ ആരായി? സൈൻ ഇൻവേഴ്സ് 2 tan θ ഡിവൈഡഡ് ബൈ 1 + tan square θ ആയി. പക്ഷെ നിങ്ങൾക്കറിയാം ഇത് സൈൻ ഇൻവേഴ്സ്, ഇതിന്റെ പേര് sin 2 θ. സൈനും സൈൻ ഇൻവേഴ്സും കൂടെ വെട്ടിപ്പോയി, ഈക്വൽസ് 2 θ.
ഞാൻ നേരത്തെ പറയേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിൽ പറയുന്നത്. എക്സ് സൈൻ ടാൻ തീറ്റ എങ്കിൽ വാട്ട് ഈസ് തീറ്റ എന്ന് ചോദിച്ചാൽ തിരിച്ചു പറയണം ടാൻ ഇൻവേഴ്സ് എക്സ്. ഫിസിക്സിലൊക്കെ ഇത് അപ്ലൈ ചെയ്ത് കാണും. ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയണം. അപ്പൊ ഈ ആൻസർ ആരായി? 2 ടാൻ ടാൻ ഇൻവേഴ്സ് എക്സ് ആയി മാറി. തീറ്റ എന്ന് ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. എന്ന് വെച്ചാൽ ബോർഡ് എക്സാമിനേഷൻ ലെവലിലും എൻട്രൻസ് ലെവലിലും എവിടെയെങ്കിലും സൈൻ ഇൻവേഴ്സ് 2x/1 + x² കണ്ട വച്ചോണ്ടിരിക്കരുത്. ഇറ്റ് ഈസ് 2 ടാൻ. ഓർമ്മിക്കാവുക. അപ്പൊ ഈ പ്രൂഫ് നിങ്ങൾ വീട്ടിൽ കൊണ്ടുവച്ച് എഴുതി നോക്കണം. എഴുതുമ്പോൾ ഡൗട്ട്സ് വരുമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിക്കുക. ഞാൻ ഇത്രയും മാത്രമേ പറയൂ. ഇതാ കേട്ടോ. സൈൻ ഇൻവേഴ്സ് 2x/1 + x² ആയിരുന്നാലും അതുപോലെ പിന്നെ കോസ് ഇൻവേഴ്സ് 1 - x²/1 + x² ആയിരുന്നാലും ക്ലാസ് എക്സാമിനേഷന് പ്രൂഫ് ചോദിക്കാം. ഇതാ കേട്ടോ. കോസ് ഇൻവേഴ്സ് ആയതുകൊണ്ട് ഇതിന്റെ താഴെ വരണം, കോസ് വരണം. ഇതുപോലെ വായിക്കാൻ പറ്റിയ ഫോർമുല കോസിനുണ്ടോ? tan²θ/1 + tan²θ എന്ന് വെച്ചാൽ എക്സ് വരുന്നിടത്ത് എത്ര കൊടുക്കണം? tan θ. ഇതുപോലെ തന്നെ. അപ്പൊ 1 - tan²/1 + tan² അർത്ഥം cos 2θ. കോസ് ഇൻവേഴ്സ് കോസും വന്ന വെട്ടിപ്പോയിട്ട് 2θ ആയില്ലേ? പക്ഷെ തീറ്റ ആര്? tan ഇൻവേഴ്സ്. ഇതേപോലെ tan ഇൻവേഴ്സ് 2x/1 - x². ഈ 3 പേര് എവിടെ വന്നാലും all of them are 2 tan inverses. അപ്പൊ എവിടെയെങ്കിലും ഇത് കണ്ടാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതെടുത്തൊന്ന് എഴുതാം. ഇത് വരുമെങ്കിൽ 2 tan inverse എഴുതാം. ഇത് വന്നാലും 2 tan inverse. മനസ്സിലായാലും ഇത് വളരെ പ്രധാനമാണ്. ഇതിനകത്തുള്ള എല്ലാം പ്രധാനമാണ്. അപ്പൊ അടുത്ത പ്രോപ്പർട്ടി ആയിട്ട് എഴുതിക്കോളൂ. അടുത്ത പ്രോപ്പർട്ടി പ്രൂഫ് നിങ്ങൾ തന്നെ എഴുതി നോക്കണം. ഡൗട്ട്സ് വരികയാണെങ്കിൽ ചോദിക്കണം അടുത്ത ക്ലാസ്സിൽ വരുമ്പോ. എഴുതിയ സൈൻ ഇൻവേഴ്സ് 2x/1 + x², കോസ് ഇൻവേഴ്സ് 1 - x²/1 + x², tan ഇൻവേഴ്സ് 2x/1 - x². ഈ മൂന്നിലേത് വന്നാലും അതിന്റെ ആൻസർ 2 tan. ബോയ്സിൽ ഒരാളുണ്ട്, ഒന്ന് രണ്ടുപേരെ വന്നുകൊണ്ടിരുന്ന. എത്ര പേരുണ്ട്? ഇനി വരാത്ത എത്ര പേര്? 2 പേര്. ഗേൾസിൽ ഒരാളൊന്നും തന്നെയല്ല വരാത്ത, അയാൾ മാത്രമേ ഉള്ളൂ. അല്ല, നമുക്കിവിടെ വന്നുകൊണ്ടിരുന്നവരെ സ്ഥിരമായിട്ട് ഒരാൾ എഴുതിയ ഇത്രയും. ഇനി അടുത്ത പറയുന്ന പ്രോപ്പർട്ടി ബോർഡ് എക്സാമിനേഷന് ചെയ്തുകൂടാ. അടുത്ത് പറയുന്ന പ്രോപ്പർട്ടി മറക്കണ്ട, എൻട്രൻസിന് മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. കാരണം എൻട്രൻസിന് എളുപ്പ വഴികൾ വേണം. അപ്പൊ അടുത്ത പ്രോപ്പർട്ടി നമ്പർ ഇട്ടിട്ട് ഓൺലി ഫോർ എൻട്രൻസ് എന്ന് എഴുതിക്കോളണേ. അടുത്ത 2 എണ്ണം. അടുത്ത 2 പ്രോപ്പർട്ടിയും എൻട്രൻസിന് മാത്രം. എല്ലാവരും കേട്ടോളണേ. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് വൈ. ഇത് പ്രത്യേകിച്ച് ഫോർമുലയായിട്ട് ഓർമ്മിക്കുക. സൈൻ ഇൻവേഴ്സ് x √1 - y² പ്ലസ്
y into root of 1 minus x square. ഇപ്പൊ പഠിക്കേണ്ട എൻട്രൻസ് സമയത്ത് എടുത്ത് വെച്ച് നോക്കിയാൽ ഇവിടെ മൈനസ് വരുമെങ്കിൽ ഇത് തന്നെ വിത്ത് മൈനസ് സൈൻ. ഇതൊരെണ്ണം. അടുത്ത കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് വൈ. ഇത് കോസ് ഇൻവേഴ്സ് ഫോർമുല മറക്കണ്ട. എക്സ് വൈ ഇവിടെ പ്ലസ് എങ്കിൽ ഇവിടെ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് വൈ സ്ക്വയർ. ഇനി ഇത് മൈനസ് എങ്കിൽ ഇറ്റ് ബിക്കംസ് പ്ലസ്. ഇത് രണ്ടും എൻട്രൻസിന് മാത്രം. പക്ഷെ ഇപ്പൊ അറിഞ്ഞിരുന്നേ പറ്റൂ. ഇത് വെച്ച് പ്രോബ്ലം ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് എഴുതിക്കോളൂ ബോർഡ് എക്സാമിനേഷന്. അപ്പൊ ഈ രണ്ട് റിസൾട്ടും എൻട്രൻസിന് മാത്രമേ ഉള്ളൂ. അടുത്തത് ബോർഡ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ്. എൻട്രൻസിന് അത് വേറെ തരത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, അത് പിന്നെ പറയാം. കേട്ടോളൂ. ബോർഡ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻ കൂടെയാണ്. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ. ഇറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ. ഇതിൽ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. എക്സ് വൈ ലെസ് ദാൻ എന്നൊക്കെ ഉണ്ട്. അത് എൻട്രൻസിന് മാത്രം ഡിഫറൻസ് അറിഞ്ഞാൽ മതി. ഇനി ഇവിടെ മൈനസ് എങ്കിൽ ഇത് മൈനസ് ആകും, ഇത് പ്ലസ് ആകും. അതിവിടെ അറിയാം. ശരിയാ. ഇനി പ്രോബ്ലംസ് ആണ്. അപ്പൊ പ്രോബ്ലംസ് ശ്രദ്ധിച്ചോളൂ. അപ്പൊ എല്ലാരും കേട്ടാ? പ്രോബ്ലത്തിന് രണ്ട് ഓപ്ഷൻസ്. 1 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ, 1 മാർക്ക് ഇപ്പൊ 2 മാർക്ക് മിനിമം. 1 മാർക്കിൻ്റെതും പിന്നെ 4 മാർക്കിന് അഡ്ജസ്റ്റ് ചെയ്ത് വരും. അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള ക്വസ്റ്റ്യൻ എങ്കിൽ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. പക്ഷെ എനിക്ക് ഇതല്ല ഇവിടെ കൂടുതൽ. ഇവിടെയുള്ള നമ്മൾ പഠിപ്പിക്കുന്ന പ്രോബ്ലംസ് കിട്ടും. പക്ഷെ എൻട്രൻസ് ലെവലിൽ നല്ല ക്വസ്റ്റ്യൻസ് വരും. അത് ശ്രദ്ധിച്ച് പഠിക്കണം. ഇപ്പൊ പ്രോബ്ലംസ് എഴുതിക്കോളൂ.
Find the principal values. Find the principal values of the following. Of the following. ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ ഈ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സൈൻ ഇൻവേഴ്സ് 1/2. നല്ലവണ്ണം ശ്രദ്ധിച്ച് കേട്ടോളൂ, ഇത് സിമ്പിൾ. നിങ്ങൾക്കറിയാം സൈൻ 30 ആണ് 1/2 അല്ലേ? ഈ 30 എന്ന് പറയുന്നത് -π/2 -90ക്കും +π/2 വെച്ചാൽ +90ക്കും ഇടയ്ക്കുള്ള വാല്യൂ അല്ലേ? അപ്പോ ഇതിൽ നിന്ന് വാട്ട് ഈസ് സൈൻ ഇൻവേഴ്സ് 1/2 ചോദിച്ചാൽ 30 എന്ന് എഴുതിക്കൂടാ. അപ്പൊ ഈ വാല്യൂ -π/2നും +π/2നും ഇടയ്ക്കായതുകൊണ്ട് ദി ആൻസർ ഈസ് 5/6. വേറൊന്നും എഴുതാല്ല, ഇത് മാത്രം സൈഡിൽ വേണമെങ്കിൽ എഴുതിക്കോളും. എഴുതിക്കോളൂ. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സൈൻ ഇൻവേഴ്സ് -√3/2. ഇത് ക്ലാസ് എക്സാമിനേഷൻ ആവശ്യമായിട്ടൊക്കെ പറഞ്ഞുതരും. നമ്മൾക്ക് പ്രോപ്പർട്ടീസ് എല്ലാം പഠിച്ചിട്ടാണ് പരീക്ഷയ്ക്ക് പോണത്. അപ്പൊ നമുക്ക് ആ പ്രോപ്പർട്ടി അറിയാമെങ്കിൽ ഇഷ്ടം പോലെ ചെയ്യാം. ഇതാ കേട്ടോ, ഇതിനാദ്യം നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട റിസൾട്ട് പറയാം. മൈനസ് സൈൻ ഇൻവേഴ്സ് ഈക്വൽസ് -√3/2. സൈനിന് വരുന്നത് ആംഗിൾ 60 എന്ന് പറയുന്നത് -π/4. അടുത്തത് ഞാൻ പറഞ്ഞു തരൂല, നല്ല കുട്ടികളായിട്ട് ചെയ്യണം. കോസ് ഇൻവേഴ്സ് ബ്രാക്കറ്റില് -1/2. കോസ് ഇൻവേഴ്സ് ബ്രാക്കറ്റിനകത്ത് -1/2. ആദ്യം മാറ്റി പറഞ്ഞ 5 കോസ് ഇൻവേഴ്സ് എന്ന് എഴുതണം. എന്നിട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി നോക്ക്. കോസ് ഇൻവേഴ്സ് -1/2 ആദ്യം നിങ്ങൾ എഴുതിയത് π - കോസ് ഇൻവേഴ്സ് 1/2 ഈക്വൽസ് π - 1/2 വരുമ്പോ 5/3 60 അല്ലേ? 5/3. അപ്പൊ π - π/3 എന്ന് പറയുമ്പോൾ 2π/3. അടുത്ത കോസ് ഇൻവേഴ്സ് ബ്രാക്കറ്റിനകത്ത് -√3/2. കഴിഞ്ഞതുപോലെ ഒന്ന് ചെയ്തു നോക്കണേ. എത്ര കിട്ടി? 5π/6 കിട്ടിയോ? 5π/6. അടുത്ത ക്വസ്റ്റ്യൻ, ടാൻ ഇൻവേഴ്സ് ബ്രാക്കറ്റിനുള്ളില്
minus root 3. Tan inverse minus root 3. അത് ഏത് ഫോർമുല അപ്ലൈ ചെയ്തു? മൈനസ് ടാൻ ഇൻവേഴ്സ് റൂട്ട് 3 അല്ലേ? ടാൻ ഇൻവേഴ്സ് റൂട്ട് 3 വരുമ്പോ 60 ഡിഗ്രി അല്ലേ? 60 വരുമ്പോ സൈൻ റൂട്ട് 3/2 π/3 മൈനസ് π/3 എന്ന് കിട്ടണം. മൈനസ് π/3 എന്ന് വരണം. അടുത്ത ക്വസ്റ്റ്യൻ. നോക്കിയോളൂ ഈ ക്വസ്റ്റ്യന്. കോട്ട് ഇൻവേഴ്സ് മൈനസ് റൂട്ട് 3. ഒരു മിനിറ്റ് എല്ലാവരും കേട്ടോ. ഇതിന് ആദ്യം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ്, സോറി ഇത് 1/√3 ആണ്. 1/√, കോട്ട് ഇൻവേഴ്സ് അങ്ങനെ തന്നെയാ പറഞ്ഞത്. കോട്ട് ഇൻവേഴ്സ് മൈനസ് 1/√3 ആണ് ക്വസ്റ്റ്യൻ. കോട്ട് ഇൻവേഴ്സ് മൈനസ് 1/√3 ആണ്. അപ്പൊ നോക്കാം, ആദ്യം ഇങ്ങനെ എഴുതി. കോട്ട് ഇൻവേഴ്സ് മൈനസിന്റെ ഫോർമുലയാണ്. പക്ഷെ നിങ്ങൾക്കറിയാം നമ്മൾ കോട്ട് ഇൻവേഴ്സിന് പ്രാധാന്യം കൊടുത്തിട്ടില്ല. ഇതിനെ ടാൻ ഇൻവേഴ്സ് ആക്കി മാറ്റാം. ഇത് √3 ആയി. പക്ഷെ ടാൻ ഇൻവേഴ്സ് √3 നിങ്ങൾക്കറിയാം π/3. അപ്പൊ ദിസ് ഈസ് പൈ മൈനസ് π/3 2π/3. അടുത്ത ക്വസ്റ്റ്യൻ. sec inverse minus 2. sec inverse ബ്രാക്കറ്റിനകത്ത് -2. അപ്പൊ ആദ്യം എങ്ങനെ മാറ്റി? പൈ മൈനസ് sec inverse 2 അല്ലേ? sec inverse എനിക്ക് അറിഞ്ഞൂടാ, കോസ് ഇൻവേഴ്സ് ആക്കാം. അപ്പൊ പൈ മൈനസ് കോസ് ഇൻവേഴ്സ് 1/2. കോസ് ഇൻവേഴ്സ് 1/2 വരുമ്പോൾ ആണോ? അപ്പൊ പൈ മൈനസ് π/3. ആൻസർ ഈസ് 2π/3. ആൻസർ ഈസ് 2π/3. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. അത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരുന്നത്. ശ്രദ്ധിച്ചോളണം. നിങ്ങൾക്ക് 2 ഓപ്ഷനാണ്, 1 മാർക്കും മിച്ചമുള്ളത് വേറെ തരത്തിൽ, അല്ലെങ്കിൽ 5 മാർക്കിന്റെ വലിയ ക്വസ്റ്റ്യൻ. ഏത് തരത്തിലും വരാം. അടുത്ത ക്വസ്റ്റ്യൻ ആയിരിക്കോ. എഴുതിക്കോളൂ. ക്വസ്റ്റ്യൻ ഇതാണ്. write the principal value of tan inverse 1 plus cos inverse minus 1/2. ഇത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ തന്നെ. എല്ലാരും എന്റെ കൂടെ എത്തിക്കുക. tan inverse 1 എന്ന് പറയുമ്പോൾ 45 ഡിഗ്രീസ്. അത് നമ്മൾ കറക്റ്റ് -π/2 പ്ലസ് π/2 ഇടയ്ക്ക് ആ 45 എഴുതുക. 45 എന്ന് എഴുതിക്കൂടാ, π/4 പ്ലസ് ഇതിനെ മാറ്റി പറഞ്ഞ കുറച്ച് പൈ മൈനസ് അല്ലേ? കാരണം കോസ് ഇൻവേഴ്സ് -x വന്നാൽ പൈ മൈനസ് കോസ് ഇൻവേഴ്സ് x എന്ന് എഴുതണം. ഈക്വൽസ് π/4 പ്ലസ് പൈ മൈനസ് 1/2 വരുന്നത് 60 ഡിഗ്രീസിനാണ്.
അപ്പൊ 60 ഡിഗ്രീസ് എന്ന് പറയുന്ന 5/3. സോ ഇനി എൽസി എടുത്ത് എത്രയാണ് കണ്ടുപിടിക്കുന്നത്? ലെവൻ 5/12 കിട്ടുമോ? 11 5/12 എന്ന് കിട്ടണം എൽ സി എടുക്കുമ്പോ. അടുത്ത ക്വസ്റ്റ്യൻ. കോസ് ഇൻവേഴ്സ്. ഡൗട്ട് ഉണ്ടോ? ചെയ്തതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളണേ. അടുത്ത ക്വസ്റ്റ്യൻ. കോസ് ഇൻവേഴ്സ് 1/2 cos inverse 1/2 minus 2 sin inverse ബ്രാക്കറ്റിനകത്ത് -1/2 ഡൗട്ട്സ് ഉള്ളവർക്ക് ചോദിക്കാം. കറക്റ്റ് ആയിട്ട് സ്പീഡിൽ ചെയ്യണം. നമുക്ക് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 1 മിനിറ്റ് അപ്പുറത്ത് എടുക്കരുത്. ആൻസർ കിട്ടിയവര് വിളിച്ചു പറയണം. സൈൻ ഇൻവേഴ്സ് -x വന്നാൽ എങ്ങനെ എഴുതും? മൈനസ് സൈൻ ഇൻവേഴ്സ്. രണ്ടും കൂടെ രണ്ട് വാല്യൂ. സൈൻ ഇൻവേഴ്സ് 1/2 ഉണ്ട് അല്ലെ ആദ്യം. അതിന്റെ വില എഴുതാം 5/6. മറ്റേ പ്ലസ് ആയില്ലേ അല്ലേ? എത്ര ടി ആർക്കെങ്കിലും? 4π അല്ല 4π അത് വെട്ടിപ്പോണ്ട വെട്ടണ്ടേ? 4 6 കൂടെ വെട്ടൂലേ? എല്ലാവരും കേട്ടോ? കൊച്ചു കൺഫ്യൂഷൻ വരുത്താൻ അത് പോരാ. സൈൻ ഇൻവേഴ്സ് 1/2 ആദ്യം, കോസ് ഇൻവേഴ്സ് 1/2 മൈനസ് 2 സൈൻ ഇൻവേഴ്സ് -1/2 എന്നല്ലേ? ശ്രദ്ധിച്ച് കേട്ടോളണേ. ഇതിനകത്ത് ഒരു കളവും വേണ്ട. 1/2 വരുന്ന 60 ഡിഗ്രീസ് ആയതുകൊണ്ട് 5/3 മൈനസ് 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് മൈനസ് എന്ന് പറയുന്നത് വെളിയിൽ വരും. ആണോ? സൈൻ ഇൻവേഴ്സ് 1/2 ഈക്വൽസ് 5/3 പ്ലസ് 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1/2 വരുന്നത് 30 ഡിഗ്രീസ് ആണ്. ആണോ? ഇതിൽ 2ഉം 6ഉം കൂടെ വെട്ടി. അപ്പൊ ഇത് 2 പ്രാവശ്യം 5/3 എന്ന് കിട്ടും. ഇതാണ് സ്റ്റെപ്പുകൾ. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. രണ്ട് പ്രാവശ്യം 5/3 എന്ന് വരും. അങ്ങനെ 2π/3. ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്ക്. Find the value of tan inverse ബ്രാക്കറ്റില് -1/√3 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. പ്ലസ് അപ്പൊ ഈ പാർട്ടിനെ എങ്ങനെ മാറ്റും?
ഇപ്പൊ എഴുതിയതിന് എങ്ങനെ മൈനസ്. ശരി, അടുത്ത പ്ലസ് കോസ് ഇൻവേഴ്സ് ബ്രാക്കറ്റിനകത്ത് -√3/2 -√3/2 പൈ മൈനസ് എന്നാണ് മാറ്റേണ്ടത്. പ്ലസ് സൈൻ ഇൻവേഴ്സ് 1/2 സൈൻ ഇൻവേഴ്സ് 1/2. അടുത്ത ക്വസ്റ്റ്യൻ, അത് ഹോംവർക്കാണ്. ആൻസർ കൂടെ എഴുതിക്കോ. കിട്ടിയില്ലെങ്കിൽ ഒന്ന് പറയണം. 5π/6 എന്ന് കിട്ടണം. 5π/6 എന്നാണ് ഇപ്പൊ ഇതിന്റെ ആൻസർ വരേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ വാല്യൂ ഓഫ് tan ഇൻവേഴ്സ് 2 സൈൻ ബ്രാക്കറ്റിനുള്ളിൽ 2 കോസ് ഇൻവേഴ്സ് √3/2. എല്ലാവരും ഇതുപോലത്തെ സ്വല്പ കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് വരാം. ഇപ്പൊ നമ്മൾ ബ്രാക്കറ്റ് മാറ്റുന്നതിൽ ആദ്യം ഇതിന്റെ വില എഴുതണം, എന്നിട്ട് അതിനുമായിട്ട് സിംപ്ലിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് എഴുതണം, എന്നിട്ട് വേണം ടാൻ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ. നല്ല കൂടെ എത്തിക്കോളണേ. പറഞ്ഞുതരൂ. ടാൻ ഇൻവേഴ്സ് അതുപോലെ എഴുതണം. 2 സൈൻ അതുപോലെ എഴുതി 2 ഇൻറ്റു √3/2 വരുന്നത് 30 ഡിഗ്രീസിനാണ് കോസിന്. അപ്പൊ π/6 എന്ന് വരും. മനസ്സിലായോ? സോ ദിസ് ഈസ് ടാൻ ഇൻവേഴ്സ് 2 സൈൻ, ഇത് രണ്ടും വെട്ടിപ്പോകുമ്പോ π/3 എന്ന് വരും. നെഗറ്റീവ് ഒക്കെ വരുന്നെങ്കിൽ നിങ്ങൾ ആ ഫോർമുലകൾ അപ്ലൈ ചെയ്യണം. ഇത് നെഗറ്റീവ് ഇല്ല. ഈക്വൽസ് ടാൻ ഇൻവേഴ്സ് ഇതാ 2 ഇൻറ്റു സൈൻ π/3 എന്ന് പറയുമ്പോ സൈൻ 60 അല്ലെ. സൈൻ 60 നിങ്ങൾക്കറിയാം √3/2. ഇപ്പൊ ഈ 2 2 ക്യാൻസൽ ചെയ്തപ്പോ ടാൻ ഇൻവേഴ്സ് √3 എന്ന് വന്നു. √3 വരുമ്പോൾ 60 ഡിഗ്രീസ് π/3. ഈ ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വരുമ്പോ ശ്രദ്ധിച്ച് ചെയ്തോളണം. അപ്പൊ ചെയ്തിട്ട് 10 മിനിറ്റ് ഇന്റർവെൽ എടുത്തോളൂ.